ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയിലെ പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ആണ്. അപ്പോൾ ജികെ വേൾഡ് ആൻഡ് PSCയുടെ സൗജന്യ PSC ക്രാഷ് കോഴ്സുകൾ അടങ്ങുന്ന നിരവധി ക്ലാസുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ നിസ്സാരമായി വെറും സൗജന്യമായി ലഭിക്കുന്നതാണ്. നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ഞങ്ങളുടെ പ്രൊഫൈൽ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം കോഴ്സിൽ എൻറോൾ ചെയ്ത് ക്ലാസുകൾ നിങ്ങൾക്ക് ഏകദേശം 200ഓളം മുകളിൽ ലെസൺസ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രീസ് ആൻഡ് ഫോർമൽ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യഭാഗങ്ങളിൽ തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ജികെ വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോഴ്സിലുള്ള കൺട്രീസ് ആൻഡ് ഫോർമൽ ക്യാപിറ്റൽസിൽ ആവർത്തിക്കുന്ന ചോദ്യഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question, before Astana, the capital of Dash was Almaty. Okay, before Astana capital ആവുന്നേക്കാൾ മുൻപ് ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു? The capital of Dash was Almaty എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉക്രൈൻ, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖ്സ്ഥാൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ആദ്യത്തിലെ ഡി, കസാഖ്സ്ഥാൻ ആയിരുന്നു. ബിഫോർ എസ്താന ദ ക്യാപിറ്റൽ ഓഫ് കസാഖ്സ്ഥാൻ വാസ് അൽമാത്തി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്, പ്രത്യേകിച്ചും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന്. അടുത്ത ചോദ്യം, ദ ഫോർമർ നെയിം ഓഫ് ഡാഷ് വാസ് അക്മോല. അക്മോല എന്നായിരുന്നു ഈ രാജ്യത്തിന്റെ ഫോർമർ നെയിം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അസ്താന, അൽമാത്തി, കേവ്, തഷ്കന്റ്. ഏതാണ് ഉത്തരം? അസ്താന. അസ്താനയാണ്. ദ ഫോർമർ നെയിം ഓഫ് അസ്താന വാസ് അക്മോല. ഓക്കെ, അസ്താനയുടെ ഫോർമർ നെയിം ആയിരുന്നു അക്മോല എന്നുള്ളത്. ശ്രദ്ധിക്കുക, ഇത് ഡിഗ്രി ലെവൽ എക്സാമിന് ആവർത്തിക്കുന്ന ചോദ്യഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം, ബിഫോർ അബൂജ ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് വാസ് ലഗൂസ്. അബൂജയ്ക്ക് മുൻപ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ലഗൂസ് ആയിരുന്നു. അപ്പോൾ ആ നാട് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിഗർ, നൈജീരിയ, ഘാന, മാലി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നൈജീരിയ ആണ്. ബിഫോർ അബൂജ ദ ക്യാപിറ്റൽ ഓഫ് നൈജീരിയ വാസ് ലഗൂസ്. ഓക്കെ, അടുത്ത ചോദ്യം, റിയോ ഡെ ജനീറിയോ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ്. റിയോ ഡെ ജനീറിയോ എന്ന് പറയുന്നത് ഏത് നാടിന്റെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലി, അർജന്റീന, ബ്രസീൽ, ക്യൂബ. ഏതാണ്? ബ്രസീൽ ആയിരുന്നു. റിയോ ഡെ ജനീറിയോ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ബ്രസീൽ. ബ്രസീലിന്റെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു റിയോ ഡെ ജനീറിയോ. ഓക്കെ, അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, മെൽബോൺ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ്. മെൽബോൺ ഏത് രാജ്യത്തിന്റെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ന്യൂസിലാൻഡ്, ടസ്മാനിയ, ഓസ്ട്രേലിയ, പപ്പാവ് ന്യൂ ഗിനിയ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓസ്ട്രേലിയ ആണ്. മെൽബോറി വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ. മെൽബോറി വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആയിരുന്നു മെൽബോറിൻ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു. ഓസ്ട്രേലിയയുടേതായിരുന്നു. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ജർമ്മനി. വെസ്റ്റ് ജർമ്മനിയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ബെർലിൻ, കൊളോഗ്ൻ, ഫ്രാങ്ക്ഫർട്ട്, ബോൺ. ഏതാണ്? ബോൺ ആണ് ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ജർമ്മനി. വെസ്റ്റ് ജർമ്മനിയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? ബോൺ ആയിരുന്നു. BON. ബോൺ ആണ് ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ജർമ്മനി. അടുത്ത ചോദ്യം, ബിഫോർ 1911 ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വാസ്. 1911 മുൻപ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുംബൈ, കൽക്കട്ട, ചെന്നൈ, പാട്ന. ഏതായിരുന്നു? ബിഫോർ 1911 1911 മുൻപ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു?
ഓപ്ഷൻ ബി കൽക്കട്ടയായിരുന്നു ഇന്ത്യയുടെ ക്യാപിറ്റൽ. അപ്പോൾ ശ്രദ്ധിക്കാം, ബിഫോർ 1911 ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വാസ് കൽക്കട്ട. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ 1911 ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വാസ് മൂവ് ടു. 1911 ഇന്ത്യയുടെ ക്യാപിറ്റൽ മൂവ് ചെയ്ത് പുതുതായിട്ട് വന്ന ക്യാപിറ്റൽ ഏതായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ന്യൂഡൽഹി, ഡൽഹി, മുംബൈ, ആഗ്ര. ശരിയായിട്ടുള്ള ഉത്തരം ഡൽഹിയാണ്. ഡൽഹിയാണ് 1911 ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് രണ്ടാമത് വന്നത്. അപ്പോൾ ആദ്യം ഏതായിരുന്നു? കൽക്കട്ടയായിരുന്നു, ദെൻ ഡൽഹിയായി. ഓക്കെ, അടുത്ത ചോദ്യം. Delhi became the capital of Mughal Empire during the reign of. ആരുടെ ഏത് മുഗൾ രാജാവിന്റെ ഭരണകാലഘട്ടത്തായിരുന്നു ഡൽഹി ക്യാപിറ്റൽ ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി became the capital of Mughal Empire during the reign of. ഡൽഹി മുഗൾ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്നത് ഏത് രാജാവിന്റെ ഭരണകാലത്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ. ആരുടെയാണ്? ഷാജഹാൻ. ഷാജഹാന്റെ ടൈമിലായിരുന്നു ഡൽഹി became the capital of മുഗൾ എംപയർ. ഓക്കെ, അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ഓക്ലാൻഡ് വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പപ്പുവ ന്യൂ ഗിനിയ. അപ്പോൾ ഓക്ലാൻഡ് എന്ന് പറയുന്നത് ഏത് നാടിന്റെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ് ആയിരുന്നു. ഓക്ലാൻഡ് വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ ആവർത്തിച്ചാലോ? ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം, ഓപ്ഷൻസും വായിക്കാം. നിങ്ങൾക്ക് ആൻസർ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കാണുക, നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയതിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഓക്ലാൻഡ് വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ്. ഓപ്ഷൻസ് വായിക്കാം. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പപ്പുവ ന്യൂ ഗിനിയ. ഏതാണ്? ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ഡൽഹി became the capital of Mughal Empire during the reign of ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ. ആരാണ്? ആരുടെ ഭരണകാലത്തായിരുന്നു? ഓപ്ഷൻ ഡി. ആരാണ്? ഷാജഹാൻ. ഓക്കെ, അടുത്ത ചോദ്യം. In 1911 the capital of India was moved to. New Delhi, Delhi, Mumbai, Agra. ആരാണ്? ഡൽഹി. ശരിയായിട്ടുള്ള ഉത്തരം ഡൽഹിയാണ്. Before 1911 the capital of India was Mumbai, Calcutta, Chennai, Patna. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? കൽക്കട്ട. ഓക്കെ, അടുത്തത്. ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ജർമ്മനി. വെസ്റ്റ് ജർമ്മനിയുടെ ക്യാപിറ്റൽ ബെർലിൻ, കൊളോഗ്, ഫ്രാങ്ക്ഫർട്ട്, ബോൺ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? ബോൺ. ഓക്കെ, മെൽബോൺ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ന്യൂസിലാൻഡ്, ടാസ്മാനിയ, ഓസ്ട്രേലിയ, പപ്പുവ ന്യൂ ഗിനിയ. ഏതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം? ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം. റിയോ ഡെ ജനീറോ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ചിലി, അർജന്റീന, ബ്രസീൽ ആൻഡ് ക്യൂബ. ഏതായിരുന്നു? ബ്രസീൽ. ബിഫോർ അബൂജ ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് വാസ് ലഗോസ്, നൈജർ, നൈജീരിയ, ഘാന, മാലി. ഏതായിരുന്നു? നൈജീരിയ. അടുത്ത ചോദ്യം. ദ ഫോർമർ നെയിം ഓഫ് ഡാഷ് വാസ് അക്മോല, ആസ്റ്റന, അൽമാതി, കേവ്, ടാഷ്കന്ത്. ഏതാണ്? ആസ്ഥാന. ബിഫോർ ആസ്ഥാന ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് വാസ് അൽമാതി. ഏതായിരുന്നു? ഉക്രൈൻ, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖ്സ്ഥാൻ. ഏതായിരുന്നു? കസാഖ്സ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫോർമൽ കൺട്രീസ് ആൻഡ് ഫോർമൽ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന സെക്ഷനിലെ ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്, അതുകൂടി കാണാൻ പറ്റുക. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അടുത്ത് വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് കളക്ട് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളുടെ എസ്പെഷ്യലി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ ഒരുപാട് ക്രാഷ് കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അൺഅക്കാഡമി ലഭിക്കുന്നതാണ്. അൺഅക്കാഡമി പ്രൊഫൈൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ തരുന്ന അതേ സപ്പോർട്ട് എനിക്ക് അൺഅക്കാഡമിയിൽ നൽകുക. താങ്ക് യു.